LGBTQ കമ്മ്യൂണിറ്റിയോട് യോജിക്കുന്നുണ്ടോ? അതിന്റെ റീസണും പറ. ഞാൻ യോജിക്കുന്നുണ്ട്. മീൻസ് നമ്മളെ പോലെ തന്നെയല്ലേ, അവരും മനുഷ്യരാണ്, അതുകൊണ്ട് യോജിക്കുന്നുണ്ട്. എനിക്ക് ഇപ്പൊ ഒരു ടൈം വരെ അറിയത്തില്ലായിരുന്നു, ബട്ട് ഇപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ആദ്യം എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു യോജിക്കാൻ. പിന്നെ ഇപ്പൊ ബിഗ് ബോസ് ഒക്കെ കണ്ട് അവരാ ഒരു കപ്പിള്, ആതിര നൂറ ആ ഒരു കപ്പിള് കണ്ടതിന് ശേഷം എന്തോ അതിനോടൊരു ഓക്കെ ആണ് എന്നുള്ളൊരിത്. അവർക്കും വികാരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ഇതിനകത്തൊക്കെ ഉൾപ്പെടാത്തവരുന്നുണ്ട് വൈസ് സെക്ഷൻ എന്ന് പറയുന്ന. അതെന്താ ആണിനോടും തോന്നും പെണ്ണിനോടും തോന്നും. അതിനോട് എനിക്ക് താല്പര്യമില്ല. അവര് വേറെ ആരെയും ദ്രോഹിക്കുന്നില്ലല്ലോ, അപ്പൊ അവരും ജീവിക്കണം, അവർക്കും ജീവിക്കണം. അങ്ങനെ ആദ്യമേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞപ്പം ഞാൻ ഞെട്ടിപ്പോയി, ഇതൊക്കെ എന്തുവാന്നുള്ളത്. പക്ഷെ ഇപ്പം കുറെ നല്ല ആൾക്കാരുണ്ട് അതിനകത്ത്. ആ ഒരു കമ്മ്യൂണിറ്റി തന്നെ ഇഷ്ടംപോലെ നല്ല ആൾക്കാരുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സ് ആയിക്കോട്ടെ, നല്ല നല്ല സ്വഭാവമുള്ളവരൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ബിഗ് ബോസിലാണെങ്കിൽ ആദില നൂറയും അവരുടെ ആ ഒരു ലൈഫ് അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത്, ഫീലായത്. അപ്പൊ അതിനുശേഷം ഒരു പോസിറ്റീവ് വൈബ് വന്നു അവരുടെ അടുത്തോട്ട്. LGBTQനെ കുറിച്ച് ആദ്യമേ എനിക്ക് അറിഞ്ഞപ്പോ എനിക്കങ്ങനെ ഭയങ്കര അക്സെപ്റ്റ് ചെയ്യാൻ തോന്നില്ലേ, ഇങ്ങനത്തെ ഒക്കെ ആൾക്കാരുണ്ടോ എന്നുള്ളൊരു ചിന്ത വന്നു. പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ചപ്പം അവരുടെ ആ എക്സിസ്റ്റൻസിനെ നമ്മൾ ഒരിക്കലും കളയാൻ പറ്റത്തില്ല. അങ്ങനെ ആയിപ്പോയിന് അവരെന്ത് ചെയ്ത്. അതേപോലെ തന്നെ ഇവിടുത്തെ ഇങ്ങനെയുള്ള ആൾക്കാരെ ഇപ്പം ഇപ്പൊ ഗേളും ബോയും അങ്ങനെ ഇഷ്ടമുള്ളവര് അവരെ പിടിച്ച് വേറെ ജെൻഡറുമായിട്ട് കെട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും നല്ല രീതിയിൽ ജീവിക്കാൻ പോകുന്നില്ല. താല്പര്യമില്ലാത്തവരുടെ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ.